എൻ്റെ പേര് അഫീദ. ഇതെൻ്റെ ഉപ്പയാണ്. അഡ്വക്കേറ്റ് പർവത് കുഞ്ഞഹമ്മദ് ആണ് ഉപ്പൻ്റെ പേര്. ഉപ്പ മലപ്പുറത്ത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു വീഴ്ചയ്ക്ക് ശേഷം കുറച്ച് അത്യാവശ്യം ബുദ്ധിമുട്ടുകളായിട്ട് നമ്മൾ ഒരുപാട് ചികിത്സകളും കാര്യങ്ങളുമായിട്ട് ഒരുപാട് ആശുപത്രിയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് പിന്നീട് ഫിസിയോതെറാപ്പി എന്നുള്ളൊരു കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർമാർ നമ്മളെ അടുത്ത് സംസാരിക്കുകയും പക്ഷെ അതിന് ഏറ്റവും നല്ലൊരു സ്ഥലം എവിടെയാണെന്നുള്ളതിൽ ഞങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിട്ടില്ലായിരുന്നു. എന്ത് ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ ഇവിടുത്തെ അസർ ഡോക്ടറെ കുറിച്ചിട്ട് അറിയുന്നതും ഇവിടുത്തെ ചികിത്സയെ കുറിച്ചിട്ട് നമ്മൾ ഒരുപാട് ആളുകളുടെ ഒപ്പീനിയനും റിവ്യൂ ഒക്കെ പിന്നീട് നമ്മൾ അറിയുകയുണ്ടായി. അങ്ങനെ നമ്മൾ ഡോക്ടറെ ഫസ്റ്റ് വീഡിയോ കോളിലൂടെയാണ് നമ്മൾ ഡോക്ടറെ കണക്ട് ചെയ്യുന്നത്. പക്ഷേ ഡോക്ടർ ആ ഒരു സമയത്ത് തന്നെ ഒരുപാട് കോൺഫിഡൻസ് തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എന്തായാലും ഇങ്ങോട്ട് വരും, നമുക്ക് എല്ലാം ശരിയാക്കാന്നുള്ള രീതിയിലാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഉപ്പ കംപ്ലീറ്റ്ലി ബെഡ് റിഡൺ ആയിരുന്നു ഇവിടെ വരുന്ന സമയത്ത്. നമ്മുടെ ഉള്ളിലും എന്താകും എന്നുള്ള ഒരു ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം പക്ഷേ ഡോക്ടർ നമുക്കൊരു ഉറപ്പ് തന്നിട്ടുണ്ടായിരുന്നു, 15 ഡേയ്സിൽ ഉപ്പക്ക് ഇത്ര ചേഞ്ചസ് ഉണ്ടാവും, ഒരു 1 മന്ത് ആകുമ്പോൾ കംപ്ലീറ്റ്ലി ഉപ്പ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുണ്ടാവും എന്നുള്ളത്. തീർച്ചയായിട്ടും അതുപോലെ തന്നെ നടന്നു. ഇപ്പോൾ നമ്മൾ വളരെ ഹാപ്പി ആയിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. വന്ന് ഒരാളല്ല ഇവിടുന്ന് തിരിച്ചു പോകുന്നത്. കംപ്ലീറ്റ്ലി ഉപ്പാൻ്റെ കാര്യങ്ങളൊക്കെ മെല്ലെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഡോക്ടർമാർ എല്ലാം വളരെ വൃത്തിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ ദിവസവും അധികം മകൾ കൂടെ വരുന്നുണ്ട്. മകളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാ അധ്യാപകരും ഡോക്ടർമാർ വളരെ വൃത്തിയായി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാം വൃത്തിയായി ചെയ്യുന്നതുകൊണ്ട് ഇവിടെ വരുന്ന എല്ലാ രോഗികൾക്കും പെട്ടെന്ന് രോഗം മാറി വീട്ടിൽ പോകാൻ കഴിയും എന്നുള്ളത് വളരെ വൃത്തിയാണ്. ഇവിടുത്തെ ഓരോ ഫിസിയോതെറാപ്പിസ്റ്റുകളെ പറ്റി പ്രത്യേകം തന്നെ പറയണം. കാരണം അവരത്രയും ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ്. ഓരോ ദിവസവും ഉപ്പൻ്റെ ഓരോ കാര്യത്തിലുള്ള അവരുടെ മൂമെൻറ്റ്സ് ആണെങ്കിലും അവരുടെ ഒരു ആത്മാർത്ഥത നമുക്ക് ഭയങ്കരമായിട്ട് നമുക്കൊരു മോട്ടിവേഷൻ തന്നിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഓരോ അതുപോലെ സ്റ്റാഫുകളും, നഴ്സിംഗ് സ്റ്റാഫുകളായാലും ഇവിടുത്തെ മാനേജ്മെൻ്റ് ആയാലും ബാക്കിയുള്ള ഓരോ ആളുകളും ഭയങ്കര നമുക്കൊരു ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയർ ഒരിക്കലും തന്നിട്ടില്ല. അവർ നമുക്ക് തരുന്ന ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ലൈക്ക് എ ഫാമിലിയാണ് ഇവിടെ. നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ഇവിടെ ഒരു 1 മന്ത് ഞങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഒരിക്കലും ഒരു 1 മന്ത് നമ്മളൊരു ഹോസ്പിറ്റലാണ് അല്ലെങ്കിൽ ഒരു ചികിത്സക്ക് വന്നതാണെന്ന് ഒരിക്കലും തന്നെ നമ്മളത് അറിയിച്ചിട്ടേ ഇല്ല. അതിൽ നമ്മൾ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. കാരണം ഇവിടുത്തെ ഓരോ ആളുകളും നമ്മൾ ആ ഒരു രീതിയിലാണ് കെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ തന്നെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അത് നിങ്ങൾ ഇവിടെ വന്നാൽ നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ ഒരു ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയർ അല്ല മൊത്തത്തിലുള്ളത്. മൊത്തത്തിലുള്ള ആംബിയൻസും കാര്യങ്ങളും വളരെയധികം നല്ലതാണ്. പിന്നെ ഇവിടെ ഫുഡ് അവൈലബിൾ ആണ്. ഫുഡാണെങ്കിലും നല്ല ഹോംലി ഫുഡാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അതും തന്നെ ഭയങ്കര ഹെൽത്തി ആയിട്ട് ഉള്ള ഒരു ഫുഡ് കാര്യങ്ങൾ, ബാക്കി എല്ലാ സർവീസും തന്നെ ഭയങ്കര നല്ല മികച്ച രീതിയിൽ തന്നെയാണ്. എല്ലാവരും ഇവിടെ ഓരോരുത്തരെയും നമ്മൾ എടുത്തു പറയേണ്ടതായിട്ട് തന്നെ ഉണ്ട്. നഴ്സിംഗ് സ്റ്റാഫുകളായാലും ഫിസിയോതെറാപ്പിസ്റ്റുകളായാലും ഇവിടുത്തെ റിസപ്ഷൻ, ബാക്കിയുള്ള മാനേജ്മെൻറ്റ് എല്ലാവരും നമ്മളെ കൂടെ തന്നെ ഉണ്ട്. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് രവി സാറിനെ പറ്റി നമുക്ക് പ്രത്യേകം പറയാനുണ്ട്. ഉപ്പൻ്റെ അടുത്ത ഫ്രണ്ടാണ്. പക്ഷെ രവി സാർ ഞങ്ങളിവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് ഞങ്ങളിവിടെ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ. എന്നിട്ട് നമ്മൾ എല്ലാ ദിവസവും ഞങ്ങൾ ഡോക്ടറെ പോലെ തന്നെ കാണാൻ വരുന്ന ഒരാളാണ് രവി സാർ. വി ആർ റിയലി ഹാപ്പി. എല്ലാം കൊണ്ടും നമ്മൾ വളരെ സന്തോഷത്തിലാണ് ഇവിടുന്ന് തിരിച്ചു പോകുന്നത്.